അപ്പോൾ ഞാൻ കാണാൻ വേണ്ടി പോവാണ്. ഏകദേശം 8:30 കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ കണ്ടു തുടങ്ങാം. നമുക്ക് 9 മണിയൊന്നും ആകാൻ കാട്ടിരിക്കണ്ട. പിന്നെ ഞാൻ ഒരു കാര്യം പറയട്ടെ. ബാക്ക്ഗ്രൗണ്ടിൽ ഒരാൾ ഇങ്ങനെ പറയുന്നത് കേൾക്കാം. എൻ്റെ ചേച്ചിയാണ്, +2ൻ്റെ മെയിൻ എക്സാം ആണ്. അപ്പോൾ അതിന് വേണ്ടി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട. ഓക്കെ, അത് ചേച്ചി അവിടെ നിന്ന് പഠിച്ചോട്ടെ. പിന്നെ അവിടെ അമ്പലത്തിൽ ഉത്സവമാണ്. പിന്നെ അച്ഛന് കുളിക്കാൻ പോയി. അന്നു ചേച്ചിയുടെ പേര് അന്നു എന്നാണ്. അന്നു പഠിക്കുന്നത്, ഞാൻ മാത്രമേ ഉള്ളൂ. നമുക്ക് കാണാത്ത കാര്യങ്ങളിലേക്ക് കിടക്കാം. എല്ലാം സെറ്റായിട്ടുണ്ട്. താഴെ 2 JBL സ്പീക്കർ കേട്ടോ. അപ്പോൾ നമുക്ക് കാണേണ്ട കാര്യങ്ങളിലേക്ക് കിടക്കാം. സിനിമേൻ്റെ പേര് നമുക്ക് ടൈപ്പ് ചെയ്യാം. ഓക്കെ, ഇതാണ് പടം. ഇതല്ല ഒരു മിനിറ്റ്. ഓക്കെ, ഇതാണ് സാധനം. അപ്പോൾ പടം എവിടെ നോക്കട്ടെ. ക്ലിയർ കൂട്ടി നോക്കട്ടെ. അപ്പോൾ നമ്മുടെ പടം തുടങ്ങിയിട്ടുണ്ട്. പേര് കാണാം കേട്ടോ. റിയലൊന്നും അല്ലല്ലോ തോന്നുന്നു കേട്ടോ. ഏതോ ഒരുത്തൻ കയറി വന്നിട്ടുണ്ട്. അവിടെ എന്തൊക്കെയോ ടൈപ്പ് ചെയ്യുന്നു ഗൈസ്. ഡയറി ഇതാണ് വഴി എൻ്റെ കൂടെ വരാൻ. ഓക്കെ, പോയിക്കോ. നരകത്തിലേക്കാണ് നിങ്ങളുടെ പോക്ക്. ഗൈസ്, മൂവി ഏകദേശം 1 മണിക്കൂർ 40 മിനിറ്റ് ഉണ്ട്. അപ്പോൾ അത് ഫുള്ള് ഞാൻ നിങ്ങളെ കാണിച്ച് ബോറടിപ്പിക്കുന്നില്ല. എന്തൊക്കെയുണ്ട് കേട്ടോ. ഓരോ ഹൊറർ സീൻ വരുമ്പോൾ ഞാൻ നിങ്ങളെ കാണിക്കാം. ഓക്കെ, അമ്മാരെന്തൊക്കെയോ പറയുന്നുണ്ട്. നീ എന്തൊക്കെയാ പറയുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. എന്തെങ്കിലും പറയട്ടെ ഗൈസ്, എന്തെങ്കിലും പറയട്ടെ. അവരന്മാർക്ക് വഴി ഇതാണെന്ന് മനസ്സിലായി. എന്നിട്ട് അങ്ങോട്ട് പോകാം. ഇവൻ ടൈപ്പ് ചെയ്യുന്നതിന് അവർ അങ്ങോട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. ചേച്ചിക്ക് പരീക്ഷ ആയതുകൊണ്ട് കൂടുതലൊന്നും ഒച്ച വെക്കുന്നില്ല. പിന്നെ JBL സ്പീക്കറുണ്ട്, അത്യാവശ്യം നല്ല ഒച്ചയുണ്ട്, നല്ല പ്രൈസുള്ള സാധനമാണ്. ഓക്കെ, ആരെയും റെഡി ചെയ്യുന്നു. ഇവിടെ കാലമാട കൊല്ലാൻ കൊണ്ടൊക്കെ ഇല്ലേ കാലമാട. ഞാനാണെങ്കിൽ പോലെ ഗൈസ് അവിടെ എന്തൊക്കെയോ തുറന്നു നോക്കുന്നുണ്ട് ഗൈസ്. ഈ കമ്പ്യൂട്ടറിന് 12 വർഷം പഴക്കമുണ്ട്. അതുകൊണ്ട് ഇവിടെ ഡിസ്പ്ലേ ഒക്കെ ചെറുതായിട്ട് പോയിട്ടുണ്ട്. എന്നാലും അടിപൊളിയായിട്ട് വർക്ക്. ആരെയോ കണ്ട് ഇവനാണ് മോശമില്ല. തുടങ്ങിയിട്ടേ ഉള്ളൂ. ട്യൂബൊക്കെ മാറി വരുന്നുണ്ട്. വരുന്നുണ്ട്. നിങ്ങൾ തന്നെ കണ്ടോ. ഞാനിവിടെ ഉണ്ട്, പേടിക്കുന്നൊന്നുമില്ല. ഓനെ പിടിച്ചു കേട്ടോ. ഇത് കൊലയാളികളാണ്, പ്രേതക്കാരൊന്നുമില്ല. കണ്ടില്ല, അതിനെ പിടിച്ച്. നമുക്കൊക്കെ എന്ത്, ഞാൻ ഇവിടെ 2 മീറ്റർ അകലത്ത് കൊന്നു. അപ്പോൾ വയലേഷൻ സീൻസ് ഒന്നും നമ്മൾ കാണിക്കുന്നില്ല. ഓക്കെ, പ്രേതത്തിനെ പിടിച്ച് ഗൈസ്. ഇപ്പോഴാണ് പടം തുടങ്ങി. ഗൈസ് ഫുള്ള് ഇരുട്.
ആ ഓ വീട് 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 ഇവന്മാരിക്കല്ലേ ഇങ്ങനത്തെ മൂകതയില്ല വീടെന്തിനാ പിടിപ്പിക്കുന്നല്ലേ. ആരൊക്കെ അതിനകത്ത് നിന്ന് കൂക്കുന്നുണ്ട്. ഒരു പുകയൊക്കെ അങ്ങോട്ട് പോയിട്ടുണ്ട് കേട്ടോ. ഇവനെന്തൊക്കെയോ പറയുന്നുണ്ട്. ആ ഓക്കെ ഇവനെന്തൊക്കെയോ ടൈപ്പ് ചെയ്യാണ്. ഈ അപ്പൂപ്പനെല്ലാം വീട്ടിൽ രാമായണം വായിച്ചിരുന്നപ്പോൾ വെറുതെ ഇതിൽ ഈ പ്രായത്തിൻ്റെ കാര്യം അന്വേഷിക്കാൻ വന്നല്ലേ. എൻ്റെ അഭിപ്രായത്തിലത് ഞാൻ അപ്പൂപ്പനായ തന്നെ ഈ വെറുതെ ഓരോന്നിനും എനിക്ക് തലകുത്തി കണ്ടില്ലേ. ഈ അപ്പൂപ്പന് ഓരോ കാര്യത്തിൽ ഇങ്ങനെ ഇടപെടലാണ്. കണ്ടില്ല അപ്പൂപ്പൻ്റെ ഭാര്യ കണ്ട നിങ്ങളാൾ കൊള്ളാലോ. കൊള്ളാം കൊള്ളാം. ഗൈസ് ഒരു ചേച്ചി അവിടെ ഇരുന്നിട്ടുണ്ട്. ശിവന്മാർ വർത്താനം തുടങ്ങിയിട്ട് ഏകദേശം 5-6 മിനിറ്റായി. നിർത്തിയിട്ടില്ലെങ്കിൽ എല്ലാത്തിനും ഞാൻ ഇപ്പോൾ ഗ്ലാസ് എറിഞ്ഞു കൊല്ലും. കമ്പ്യൂട്ടറിൻ്റെ ഉള്ളിലായതുകൊണ്ട് രക്ഷപ്പെട്ടു. കൃത്യം ലൈറ്റിട്ട സമയത്ത് പരസ്യം വന്ന് ഗൈസ് എന്ത് ചെയ്യാനല്ലേ. എൻ്റെ ഒരു പ്രയത്തിൻ്റെ മൂഡ് എല്ലാവർക്കും മനസ്സിലായി തോന്നുന്നു ഗൈസ്. അപ്പോൾ ട്രൈപോഡൊക്കെ എടുത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇവേ കണ്ടില്ലേ ക്യാമറയ്ക്ക് വെച്ച്. എനിക്ക് തോന്നുന്നത് ഇനി ക്യാമറ വെച്ച് ഫോട്ടോ എടുക്കുമ്പോൾ ബാക്കിൽ ആരെങ്കിലും ഉണ്ടാവും അറിയില്ല. ഒക്കെ തന്നെ കണ്ടറിയാം. ഗൈസ് നമുക്ക് വേണ്ട സീൻ വന്നിട്ടുണ്ട്. ഓക്കെ എന്താവും നോക്കാം. 2 ആൾക്കാർ കിടന്നുറങ്ങുന്നുണ്ട്. കഥക് തനിയെ തുറന്ന് ഗൈസ്. വാതിൽ തനിയെ തുറന്നു വരുന്നു. കണ്ട വയം സ്കാരിടുന്നുണ്ട് ഗൈസ്. ഇത് ഹസ്ബൻഡും വൈഫും നേരത്തെ കിടന്നുറങ്ങുന്നത് ആങ്ങളെയും പെങ്ങളുമാണ് കേട്ടോ. ഗൈസ് അവരെ മോൻ വന്ന് ഇങ്ങനെ നോക്കും. അച്ഛൻ്റെ മേത്ത് പ്രേതം കയറി തോന്നുന്നു കേട്ടോ. ഗൈസ് അയാൾ ഈ ചെക്കനെ പേടിപ്പിക്കും. അപ്പോൾ ഇവൻ്റെ അവസ്ഥ എനിക്ക് പറഞ്ഞാൽ മനസ്സിലാവും കേട്ടോ. എന്തായാലും ഓ ഭാഗ്യത്തിന് രാവിലെ ഗൈസ് ഈ കളവനാണ് രാത്രി അടിയായത്. ഈ കളവൻ രാത്രി ഈ പെണ്ണുങ്ങളെ പിടിച്ചടിച്ച് പൊക്കത്ത് പ്രേതം കയറി. അതെന്നെ എല്ലാവരും ഇയാളെ കാണുമ്പോൾ പേടിക്കുന്നുണ്ട്. രാത്രി ഇയാൾ മാറ്റാണ്. അല്ലെങ്കിൽ ഇങ്ങനെയാണ് ഗൈസ്. അമ്മച്ചിമാർക്കൊക്കെ ആരെങ്കിലും മേത്ത് പ്രേതം കയറിയിട്ടുണ്ടെങ്കിൽ മനസ്സിലാകും. അതേ കാര്യം പറഞ്ഞ് അടിയാകുന്നുണ്ട്. പാതിരാത്രിയായി. ഇനി ആ കളവൻ്റെ സ്ഥിരം പരിപാടി ആ കളവൻ എടുക്കും. ഈ മഞ്ഞക്കാരെന്ന് ആരും ഇറങ്ങി വരുന്നുണ്ട്. ദൃശ്യ സിനിമയിൽ പുഴയെ ഉന്തിയിട്ട് കാറ് പോലെ ഉണ്ട് കാണാൻ. ഇതയാളല്ലേ ഗൈസ്. ഇയാൾ ആ പെണ്ണുങ്ങളോട് ചെരുപ്പെടുത്തോണ്ട് വരാൻ പറഞ്ഞിട്ടുണ്ട്. ചെരുപ്പാണ് അറിയില്ല. ആ പെണ്ണുങ്ങൾ എടുക്കാൻ വേണ്ടി പോകുമ്പോൾ എന്തെങ്കിലും പറ്റും. ഉറപ്പ്. ഈ ചെക്കൻ്റെ വീടിരുന്ന് മലയാള അക്ഷരം വായിച്ചോടെ. വെറുതെ എന്തിനാ ഇതിൻ്റെ പുറകെ കിടക്കുന്നത്. നേരത്തെ ആ കളവനെ ഗൈസ് എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട് ഇവിടെ. ഗൈസ് ഇവൻ എന്തൊക്കെയോ ഒളിഞ്ഞു നോക്കാനായിട്ട് പോകുന്നുണ്ട്. എന്തൊക്കെയോ അകത്തുനിന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് ഇവൻ കേൾക്കാനായിട്ട് പോകുന്നയാ. യോ ചോര എന്നൊക്കെ പറയുന്നുണ്ട്. ഇവൻ എന്തൊക്കെയോ കാണുന്നുണ്ട്. യോ എന്തൊക്കെയോ സംഭവിച്ചു ഗൈസ്. അതാണ്ട് ഒരു പുകയൊക്കെ ഇറങ്ങി ഓടുന്നുണ്ട്. ആരും മൈൻഡ് ചെയ്യണ്ട കേട്ടോ. ഒരു പുക ചെക്കൻ ഓടി.